അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. അതിരപ്പള്ളിയിൽ നാളെ ഹർത്താൽ. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. പുറകുവശത്തുള്ള വാതിലിന് മുകളിലെ ജനൽക്കമ്പി വളച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗതക്കുരുക്ക്. അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവ് മുന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവർക്ക് നേരെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടം ആക്രമിക്കാൻ വന്നപ്പോൾ ഇവർ ചിതറി ഓടുകയായിരുന്നുവെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായി വനത്തിനകത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി തങ്ങിയവർക്കാണ് ദുരനുഭവമുണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് കാട്ടാന ആക്രമണം നടന്നിരിക്കുന്നത് എന്നും ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇവർ ചിന്നിച്ചിതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായതെന്നും വാഴക്കോട് ഡിഎഫ്ഒ ലക്ഷ്മി പറഞ്ഞു. ആന ചവിട്ടിയാണോ ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ അതിൽ വ്യക്തത വരൂ എന്നും ഡിഎഫ്ഒ വ്യക്തമാക്കി. നിലവിൽ പോലീസ് എത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 48 മണിക്കൂറിനിടെ 3 മരണങ്ങളാണ് കാട്ടാന ആക്രമണത്തിൽ അതിരപ്പള്ളിയിലുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടിച്ചൽത്തൊട്ടിൽ സ്വദേശി സെബാസ്റ്റ്യൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. അതിരപ്പള്ളിയിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഖേദകരമായ സംഭവമാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രത്യേകിച്ച് അതിരപ്പള്ളി പ്രദേശത്ത് മരണം നടക്കുന്നത് സ്വാഭാവികമായി എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു ചെറുപ്പക്കാരൻ്റെ വന്യമൃഗ ആക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ 2 പേരുടെ കൂടി മരണത്തിനിടയായി. നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകടിപ്പിക്കേണ്ട ഒരു ജാഗ്രതയും ഗവൺമെൻറ്റോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഈ അതിരപ്പള്ളി പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങൾ ഉണ്ടാകുകയാണ്. ജയൻ ചേരുന്നു വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്ന്. ജയൻ, 48 മണിക്കൂറിനുള്ളിൽ 3 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തീർച്ചയായും അതിരപ്പള്ളി മേഖലയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ള വാർത്തകൾ വരുന്നത്. ആരാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്? ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ രാവിലെ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം? വാഴച്ചാൽ ഉന്നതിയിലെ 2 പേരുടെ മരണം ഇപ്പോൾ അതിരപ്പള്ളി പഞ്ചായത്തിലും അതോടൊപ്പം ചാലക്കുടിയിലും ശക്തമായ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ഇവിടെ രാവിലെ മുതൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണമെന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. ഇത് എന്തു വന്നാലും ഈ കാര്യം തടയുമെന്ന് നേരത്തെ തന്നെ ബെന്നി ബെഹനാൻ എംപി മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ എല്ലാ മരണങ്ങളും സംഭവിക്കുമ്പോഴും വനംവകുപ്പ് അധികൃതർ ഈ സംഭവത്തിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടി ഇത്തരം നടപടികൾ സ്വീകരിക്കാറുണ്ടെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. കളക്ടർ സ്ഥലത്തെത്തി വ്യക്തമായ ഇതിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന ആവശ്യം അദ്ദേഹം രാവിലെ തന്നെ ഉന്നയിച്ചു. കാരണം ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആദിവാസികൾക്ക് സുരക്ഷത ഒരുക്കുന്നതിനുള്ള നടപടികൾ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബെന്നി ബെഹനാൻ എംപി ഇവിടെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ റിജേഷിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും CPM പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സജീവ് പള്ളത്തിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇവർ എല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇവർ രക്ഷപ്പെടുകയാണ്. സ്ഥിരം പതിവെന്നും ഇത് ആവർത്തിക്കാൻ പാടില്ലെന്നും ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു.
ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് നാളെ അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. ഇത് സർവകക്ഷി മുന്നണിയുടെ തീരുമാന പ്രകാരമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് മരിച്ച അംബികയുടെയും അതുപോലെ സതീഷിന്റെയും മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ അഥവാ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തന്നെയോ നടത്തണമെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനു മുമ്പ് ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തണമെന്ന ഒരു നിർദ്ദേശം ബെന്നി ബെഹനാൻ MP ഉന്നയിച്ചിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് പോരാ, ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി കാര്യത്തിൽ വ്യക്തത വരുത്തണം. അതുപോലെ വാഴച്ചാൽ DFO അടക്കം വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മരിച്ച വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം അറിയിക്കണം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കളക്ടർ നേരിട്ട് വന്ന് ഉറപ്പ് നൽകുകയും വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ MP ഉന്നയിച്ചിരിക്കുന്നത്. ഈ അല്പം മുമ്പ് നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ രാത്രിയാണ് വാഴച്ചാൽ കടവിന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള വഞ്ചിക്കടവിൽ വെച്ച് ആനയുടെ ആക്രമണം ഉണ്ടായത്. അംബികയും അതോടൊപ്പം സതീഷ് എന്ന ആദിവാസി യുവാവും ഇവരുടെ കുടുംബത്തോടൊപ്പമാണ് മറ്റേ ചാലക്കുടി പുഴയിലെ മറുകരയിലേക്ക് തേൻ ശേഖരിക്കുന്നതിന് പോയത്. ഇവിടെ അതിരപ്പള്ളി ഭാഗത്ത് പാറപ്പുറത്താണ് ഇവർ താൽക്കാലിക കുടിൽ കെട്ടി താമസിക്കുന്നത്. 3 ദിവസം മുമ്പാണ് ഇവർ പോയത്. എങ്കിലും ഇന്നലെ വിഷുവിന് ഇവർ സ്ഥലത്തെത്തി വീണ്ടും തിരിച്ചു പോവുകയായിരുന്നു എന്ന് പറയുന്നു. ഇവർ രാത്രി പാറപ്പുറത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ആനക്കൂട്ടം എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. സതീഷിന് ആനയുടെ ആക്രമണം ഏറ്റിട്ടുണ്ടെന്ന് ഏകദേശം മൃതദേഹത്തിൽ നിന്നുള്ള പരിക്കുകളിൽ നിന്നും ബോധ്യമാണ്. പക്ഷേ അംബികയുടെ കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പാറകളിൽ തട്ടി പുഴയിലേക്ക് വീണതാകാമെന്നാണ് കരുതുന്നത്. ഇവരുടെ മൃതദേഹം വെള്ളത്തിൽ നിന്നാണ് വനംവകുപ്പ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശദമായ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമേ ഇത് വ്യക്തത വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ മിക്കവാറും പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും നടത്തുക. ജയനൊപ്പം തന്നെ ഇപ്പോൾ ഒരു മരണം സംഭവിക്കുമ്പോൾ അതിന് നഷ്ടപരിഹാരം നൽകുക, തുടർന്ന് ആലോചന യോഗം നടത്തുക എന്നത് മാത്രമാണ് പുരോഗതിയായിട്ടുണ്ടാകുന്നത്. മറ്റ് നടപടികളിലേക്കൊന്നും കാര്യമായ രീതിയിൽ കടക്കാൻ വനംവകുപ്പിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും സ്ഥലത്തെത്തിയിരുന്നു? അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇനി എത്ര മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാനുള്ള സാധ്യത? വാഴച്ചാൽ DFO രാവിലെ തന്നെ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഈ മരണത്തിന്റെ വ്യക്തമായ കാരണം കണ്ടെത്തുകയാണ് ആദ്യം അവർ ചെയ്യുന്നതെന്ന വിവരമാണ് നമുക്ക് അപ്പോൾ നൽകിയത്. ഇതനുസരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇവിടെ വിശദമായ പരിശോധനയും മറ്റ് അന്വേഷണമെല്ലാം നടക്കുന്നുണ്ട്. ഇതിനുശേഷം അവർ ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ബെന്നി ബെഹനാൻ MP ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇതിന്റെ വേനൽക്കാലങ്ങളിൽ ആണ് കൂടുതൽ വന്യജീവികൾ കാടുകളിൽ നിന്നും പുറത്തേക്ക് എത്തുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതേ സമയം തന്നെയാണ് കൂടുതൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ആദിവാസികൾ കാട്ടിലകത്തേക്ക് പോകുന്നു. അപ്പോൾ അവരുടെ നിത്യവരുമാനം മുടങ്ങുന്ന ഒരു കാര്യം കൂടി കാട്ടിലേക്ക് പോകാതിരുന്നാൽ സംഭവിക്കും. അപ്പൊ ബെന്നി ബെഹനാൻ MP ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് സുരക്ഷത ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ അവരെ കാട്ടിലേക്ക് വിടാൻ പാടുകയുള്ളൂ. രൂക്ഷമായ പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് സർക്കാർ ചെലവ് നൽകണമെന്നും ഇവരെ ഇത്തരം ആനകൾ കൂടുതൽ വെളിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് റേഷൻ അടക്കമുള്ള സൗജന്യ റേഷൻ അടക്കമുള്ള ആശ്വാസങ്ങൾ ഗവൺമെന്റ് നൽകണമെന്ന കാര്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ ഇവർ പെടുത്തുന്നതായിരിക്കും. ജില്ലാ കളക്ടറുടെ വരവിനായി എല്ലാവരും ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ലിറ്റി.
വിശദാംശങ്ങൾ നൽകിയതിന് 48 മണിക്കൂറിനുള്ളിൽ കാട്ടാനാക്രമണത്തിൽ 3 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് ഭീതി നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ ആശങ്കയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ അതിരപ്പള്ളി പഞ്ചായത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിവരങ്ങളാണ് ജയൻ ചാലക്കുടിയിൽ നിന്ന് നൽകിയത്. നടക്കുന്ന വാർത്തകളാണ് മലയോര മേഖലയിൽ നിന്ന് ദിവസവും പുറത്തുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വന്യജീവി ആക്രമണം തുടർന്നാൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. വന അതിർത്തിയിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് സർക്കാർ നിസ്സംഗതരായി നിൽക്കുകയാണ്. ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണം ഉറപ്പാക്കി ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. കാടിനുള്ളിലാണ് വന്യജീവി ആക്രമണം ഉണ്ടാക്കുന്നതെന്ന് സ്ഥിരം പല്ലവി ദയവായി വനമന്ത്രി ഇനിയും പറയരുത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 ആദിവാസികളാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. വനാവകാശ നിയമപ്രകാരം കാട്ടിനുള്ളിൽ ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ 2 ആദിവാസികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തണമെന്ന ആവശ്യവുമായി ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജൻ, ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ കാട്ടാനാക്രമണത്തിൽ 2 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം, അതുപോലെ തന്നെ പ്രതിഷേധവുമായി നിരവധി തവണ സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ച സമയത്തും വനംവകുപ്പ് കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. എന്താണ് ഇതിൽ പറയാനുള്ളത്? എനിക്ക് ഈ വിഷയം അറിഞ്ഞത് മുതൽ ജില്ലാ കളക്ടറെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും കുറഞ്ഞ നേരം കൊണ്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. വളരെ ദൗർഭാഗ്യകരമായ വിധത്തിൽ, സങ്കടകരമായ വിധത്തിൽ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 2 ആദിവാസികൾ കാടിനകത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതിനിടയിലാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം, അതിന് ഒരു ദിവസക്കാലം മുമ്പ് അടിച്ചുതള്ളി കോളനിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാട്ടാനാക്രമണം ഉണ്ട്. അങ്ങനെ കുറഞ്ഞ നേരത്തിനിടയിൽ 3 പേരോളം മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒന്നാണ്. സ്വാഭാവികമായിട്ടും കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇടക്കാലത്ത് നമ്മൾ കണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിയും നമ്മൾ തയ്യാറാക്കി വരികയാണ്. പക്ഷെ ആ ഘട്ടത്തിലാണ് ഈ കാടിനകത്ത് വെച്ചും, സാധാരണ നിലയിൽ ആദിവാസികൾ കാട്ടിൽ നമ്മുടെ വഴികാട്ടികളാണ്. അവർക്കാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാ സംവിധാനങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാകുന്നത്. പലയിടങ്ങളിലും നമ്മൾ തന്നെ പോകുമ്പോൾ, ഉദാഹരണത്തിന് വിഷുവിന്റെ തലേ ദിവസം ആദ്യത്തെ കാട്ടാനാക്രമണം ഉണ്ടായ സ്ഥലത്ത് അതിനു മുമ്പേ ജില്ലാ കളക്ടർ അവിടെ സന്ദർശിക്കുകയുണ്ടായി. കോളനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ റിനോവേഷനും അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. TCG കാര്യങ്ങളൊക്കെ വാർത്തകളിലൂടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു എന്ന് നമുക്കറിയാം. കളക്ടറും രാത്രി വൈകിയാണ് അവിടെ നിന്ന് മിനിഞ്ഞാന്ന് തിരിച്ചു വന്നത്. അപ്പോ അവിടെയൊക്കെ പോകാൻ നമ്മുടെയൊക്കെ ധൈര്യം, നാടിന്റെ ദിശയും ധാരണയുമുള്ള ആദിവാസി സമൂഹം നമ്മളോടൊപ്പം കൂട്ടായിട്ട് അവർക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളതായിരുന്നു. പക്ഷെ കാട്ടാന, അതും ആദിവാസികളായിട്ടുള്ള വനത്തിനകത്ത് കൃത്യമായ അധികാരമുള്ള ആദിവാസികളെ പോലും ആക്രമിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഭവമാണ്. രാവിലെ തന്നെ വനം വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു. വനം വകുപ്പ് മന്ത്രി PCCF-മായി ബന്ധപ്പെട്ട് കാടിനകത്ത് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു പുതിയ സാഹചര്യം വരുന്നത് ദുഃഖകരമാണ്. അപ്പൊ ഏത് വിധത്തിലാണ് നമുക്കതിന് പരിഹാരം കാണുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവരുടെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ക്യാബിനറ്റിന് മുമ്പാകെ തന്നെ അത് കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദിവാസികളുടെ മരണത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളും അതിവേഗം കൈക്കൊള്ളണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടി ആവശ്യപ്പെടും. മന്ത്രി ആ കാര്യം താഴത്തോട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതും കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഇപ്പം മന്ത്രി പറഞ്ഞ പോലെ തന്നെ ആദിവാസികൾ എപ്പോഴും കാട്ടിലേക്കുള്ള വഴികാട്ടികളാണ്. അപ്പോൾ അവരുടെ മുൻകാല പരിചയമാണ് ഒരു സംരക്ഷണവും ഇല്ലാതെ കാട്ടിലേക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി പോവുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകമായ ഒരു സംഘത്തിന്റെ നിരീക്ഷണം ഈ കാട്ടിലേക്ക് പോകുന്ന ആദിവാസികൾക്ക് നൽകണം എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ വേനൽക്കാലങ്ങളിൽ ആനകൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മുൻകാല ഒരു പരിചയമാണ് അവർ കാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ കാട്ടിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം നൽകി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു സമയങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതിൽ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അതിലൊരു കാര്യം നമ്മൾ രണ്ടുപേരും അറിയേണ്ടത്, യഥാർത്ഥത്തിൽ കാട് ആദിവാസികളുടെ കൂടി സ്വന്തമാണ്. ആദിമ നിവാസികളാണ് അവർ. കാടിന്റെ ഹൃദയം അറിയുന്നവരും കാടുമായി അത്രയേറെ ബന്ധപ്പെടുന്നവരുമാണ്. ആദിവാസികളുടെ ഒരു ശീലമനുസരിച്ച് അവർ നേരത്തെ കൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചോ പരിപാടി ഇട്ടോ സർക്കാരിനോട് ചോദിച്ചോ ഒന്നും ആയിരിക്കില്ല കാടിനകത്ത് പ്രവേശിക്കുകയും അക്കാര്യത്തിൽ സമീപനം ഉണ്ടാവുകയും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് വനം വകുപ്പ് മാത്രമായിട്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കരുത്. അത് അവരുടെ സ്വാതന്ത്ര്യത്തെ കൂടി ബാധിക്കും. വനം വകുപ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആദിവാസികളുടെ കൂടി മനസ്സറിഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ അവർ ഇത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ, വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം മറ്റും ഉറപ്പുവരുത്താൻ ഏത് വിധേനയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക എന്ന് അവരോടുകൂടി ചോദിക്കേണ്ടി വരും. കാരണം ആദിവാസികളോട് സാധാരണ നിലയിൽ സെക്യൂരിറ്റി ഒരുക്കി ചുറ്റും നടന്നവരെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകാനാകില്ല. കാരണം ആദിവാസികൾക്ക് അവരുടെ ഒരു താളമുണ്ട്, അവർക്ക് പോകാനുള്ള ചില സമയങ്ങളുണ്ട്, അവരുടെ ചില മുൻധാരണകളുണ്ട്. അതനുസരിച്ചായിരിക്കും പോകുക. എന്തായാലും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി കൂടി ആലോചിച്ച് ആദിവാസികളുടെ കൂടി ഇംഗിതത്തെ ആ മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ നമ്മുടെ സഹോദരന്മാരുടെ കൂടി ഇംഗിതത്തിന് ഗുണകരമായി വരുന്ന വിധത്തിൽ ആവശ്യമായതെല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇക്കാര്യം നാളെ വനംവകുപ്പ് മന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്യാം. അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യസാധ്യമായതല്ല. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് കെ രാജൻ ഈ ഒരു വിഷയത്തിൽ നമ്മോട് പ്രതികരിച്ചിന്. എന്തായാലും അതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ 2 ആദിവാസികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോഴും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. വേണ്ട നടപടികളെല്ലാം തന്നെ വനവകുപ്പുമായി അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ആലോചിച്ച് സംസാരിച്ചതിന് ശേഷം നടപ്പാക്കാം എന്നുള്ളത് തന്നെയാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ TCVയോട് പറഞ്ഞത്. മറ്റു വാർത്തയിലേക്ക്. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. അയ്യന്തോൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞുപോയ ജീവനക്കാർ ഇന്ന് രാവിലെ പോസ്റ്റ് ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പിറകുവശത്തുള്ള വാതിലിന്റെ മുകളിലെ ജനൽ കമ്പി വളച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് പിറകുവശത്തെ വാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. അയ്യന്തോൾ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. പ്രധാന പാതയിലൂടെ വരുന്ന ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായി പോകാൻ തുടങ്ങിയപ്പോഴാണ് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടാൻ തുടങ്ങിയത്. ഈ സമയങ്ങളിൽ പേരാമ്പ്ര മുതൽ കൊടകര പെരിങ്ങാംകുളം വരെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നുണ്ട്. പേരാമ്പ്ര അപ്പോളോ പടി മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്ത് പ്രധാന പാതകളിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. സർവീസ് റോഡിൽ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കാനായി നിർത്തുകയോ ഏതെങ്കിലും വാഹനങ്ങൾ ബ്രേക്ക് ഡൌൺ ആകുകയോ ചെയ്യുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. അവധിക്കാലമായതോടെ ദേശീയപാതയിൽ വാഹനങ്ങൾ കൂടിയതും ഇതിന് കാരണമാകുന്നുണ്ട്. അടിപ്പാതയുടെ മുകൾ ഭാഗത്തെ ഒരു പകുതി കോൺക്രീറ്റിംഗ് 2 മാസം മുൻപേ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ. അടിപ്പാതയ്ക്ക് ഇരുഭാഗത്തുമുള്ള പ്രധാന പാതകളെ സർവീസ് റോഡിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനായി ആഴമുള്ള ചാലുകൾ കീറുന്ന പണികളും നടന്നുവരുന്നുണ്ട്. ഈ ചാലുകളുടെ അടിത്തട്ടിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച ശേഷം അവയുടെ മുകളിൽ കോൺക്രീറ്റ് പാനലുകൾ അടുക്കി മണ്ണിട്ട് നിറച്ചാണ് പ്രധാന പാതകൾ സജ്ജമാക്കുക. ഇതിന്റെ പണികളും അതിവേഗം പുരോഗമിക്കുന്നു. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ അവസാന വാരത്തിലാണ് പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം അവസാനത്തോടെ അടിപ്പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. TCV ന്യൂസ്, കൊടകര. കീ എന്ന OTT പ്ലാറ്റ്ഫോമിനും പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത കൂടുതൽ ഊട്ടിയുറപ്പിച്ചു മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു.
കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ മുൻ വർഷങ്ങളിലെന്ന പോലെ ഇക്കുറിയും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത്. മേയർ MK വർഗീസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, ഡയറക്ടർമാരായ VI സിജോ, PP ഓംപ്രകാശ്, P ഗോപകുമാർ, CO ബിജു, ജിജോ ജോസഫ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ CG ജോസ് എന്നിവർ പങ്കെടുത്തു. കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും പിന്നിലാക്കി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള വിഷൻ സംസ്ഥാനത്തെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറാണ്. സൗജന്യ OTT പ്ലാറ്റ്ഫോമായ കീയ്ക്ക് പുറമെ KV കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് കേരള വിഷൻ. കേരളത്തിലെ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് 5ാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനവും എത്തിയിരിക്കുകയാണ്. കേരളത്തിനകത്ത് 1ാം സ്ഥാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഈ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിലും കേരള വിഷനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി ഏറിവരികയാണ്. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ TVയും ഇൻ്റർനെറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മൾ കാലങ്ങളായിട്ട് തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്റ്റാള് ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് നമ്മുടെ പുതിയ പദ്ധതിയായ KV കണക്റ്റ്, ഏകദേശം 12 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാരുള്ള സ്ഥാപനമാണ് കേരള വിഷൻ. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ ഉപഭോക്താവിനും കേരളത്തിലുള്ള ഞങ്ങളുടെ 6000 7000 വരുന്ന ഓപ്പറേറ്റർമാരുടെ ഹോട്ട്സ്പോട്ടിലൂടെ ഇനി വരുന്ന ആളുകളിൽ അവർക്ക് സീംലെസ് ആയിട്ട് അവരുടെ യഥാർത്ഥ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു OTP വഴി അവർക്ക് ബ്രൗസിംഗ് സ്വായത്തമാക്കാവുന്ന ഒരു പദ്ധതിയായിട്ടാണ് KV കണക്റ്റ് വിഭാവനം ചെയ്യുന്നത്. KV5 എന്ന് പറയുന്ന ഒരു ഫ്രീ പദ്ധതിയാണ് 2023 മുതൽ കേരള വിഷൻ അനുവർത്തിച്ചു വരുന്നത്. അതിലൂടെ റീചാർജ് പേയ്മെൻറ്റ് മാത്രം അടച്ചുകൊണ്ട് ഉപഭോക്താവിന് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഫ്രീ ഇൻസ്റ്റലേഷൻ മെത്തേഡാണ്. അതുപോലെ തന്നെയാണ് KV കണക്റ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6ാം തീയതിയാണ് പൂരം. തീർച്ചയായിട്ടും ആ എക്യുപ്മെൻറ്റ് എത്തുന്നതോടുകൂടി ഈ പറയുന്ന പൂരത്തിന് പോലും നമ്മുടെ നിലവിലുള്ള സബ്സ്ക്രൈബർക്ക് അവർക്ക് ഈ വൈഫൈ ഹോട്ട്സ്പോട്ടിലൂടെ ഇൻ്റർനെറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. മികച്ച ഇന്റർനെറ്റ് കേബിൾ TV സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ K-ഫോൺ പദ്ധതി നടപ്പാക്കുന്നത്. TCV തൃശൂർ. കേരളത്തിലെ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും കർഷകന്റെ കണ്ണീർ കാണാത്ത വകുപ്പായി കൃഷി വകുപ്പ് മാറിയിരിക്കുന്നുവെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നെല്ല് സംഭരണത്തിൽ അപാകതകൾ ഉടൻ പരിഹരിക്കുക, നെല്ല് സംഭരണ വില വർദ്ധിപ്പിക്കുക, നെൽകർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് ധർണ പതിര് പാറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 വർഷമായി നെൽകർഷകർക്ക് താങ്ങുവില കൂട്ടിക്കൊടുത്തിട്ടില്ല. ഇന്ന് നെൽകർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. 100 കിലോ നെല്ല് സംഭരിക്കുമ്പോൾ 22 കിലോ പതിര് വരുന്നു എന്നാണ് പറയുന്നത്. സംഭരണം നടത്തുന്ന നെല്ലിന് യഥാസമയം കർഷകർക്ക് പണം കൊടുക്കാൻ സർക്കാരും സപ്ലൈകോയും തയ്യാറാകുന്നില്ല. അയ്യന്തോൾ കൃഷിഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാതായിട്ട് 3 മാസം കഴിഞ്ഞു. കളക്ടർ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നും ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ബൈജു വർഗീസ്, സിജോ കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടിയൂക്കാരൻ 70 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലൂടെ സൈക്കിൾ തള്ളി നടന്നു പോവുകയായിരുന്ന ജോണിയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഗുരുതരാവസ്ഥയിലായ ജോണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഓടിച്ചിരുന്ന യുവാവിനെ പിന്നീട് പോലീസ് പിടികൂടി. ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു മരിച്ച ജോണി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുതുവട്ടൂർ കൂവപ്പാട്ട് വീട്ടിൽ സുബിനാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി കോട്ടപ്പടി ഫോർട്ട് ഗേറ്റ് ബാറിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ ഇയാളെ കുന്നംകുളത്തെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. തയ്യൂരിൽ ബൈക്കിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റു. തയ്യൂർ നമ്പിയത്ത് വീട്ടിൽ രാകേഷിനാണ് പരിക്കേറ്റത്. രാകേഷിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കൂറ്റനാട് അഖിലാണം സ്വദേശി മഹേഷിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി കുന്നത്തേരിയിലാണ് അപകടം നടന്നത്. മഹേഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച പത്രപ്രവർത്തക യൂണിയൻ. വിഷുദിനത്തിൽ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരെ ദേവസ്വം ജീവനക്കാർ തടഞ്ഞിരുന്നു. ക്ഷേത്ര പരിസരത്തേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിച്ചില്ല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്നായിരുന്നു ദേവസ്വത്തിന്റെ വിശദീകരണം. ഇതേ തുടർന്നാണ് പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിഷയം സംബന്ധിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി അയച്ചതായി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാൾ, പ്രസിഡന്റ് KP റജി എന്നിവർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 280 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില 69,760 രൂപയാണ്. ഗ്രാമിന് 35 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില 8,720 രൂപയാണ്. ചരിത്രത്തിൽ ആദ്യമായി 70,000 കടന്ന സ്വർണ്ണവില തുടർച്ചയായി 2ാം ദിവസമാണ് കുറയുന്നത്. ശനിയാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി 70,000 കടന്നത്. 70,160 രൂപയായി ഉയർന്നാണ് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. ഇതോടെ സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തുകയായിരുന്നു. പാചകവാതക വില വർധനവിനെതിരെ NCPS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ KM സൈനുദ്ദീൻ, AL ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് റബി സലീം, PR പുഷ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഏറിയാട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്ക് തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പുത്തൂർ വീട്ടിൽ ശരത്തിനാണ് പരിക്കേറ്റത്. ആക്രമണം തടയാനുള്ള ശ്രമത്തിനിടയിൽ ഇയാളുടെ കൈക്കാണ് പരിക്കേറ്റത്. ഏറിയാട് MIT സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം നേതൃത്വ യോഗം ശ്രീനാരായണപുരത്ത് നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബഹനാൻ MP, രാജേന്ദ്രൻ അരങ്ങത്ത്, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന CT തോമസിന്റെ അനുസ്മരണം മച്ചാട് നടന്നു. പഴവിൽ ഫൊറോന വികാരി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡംഗം K. രാമചന്ദ്രൻ, ഫാദർ ജേക്കബ് തച്ചിറാട്ടിൽ, AC മൊയ്തീൻ MLA, കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, സുന്ദരൻ കുന്നത്തുള്ളി, അനിൽ അക്കര എന്നിവർ സംസാരിച്ചു. വേലൂർ കുട്ടംകുളം സെന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് നവദേവാലയത്തിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ചു. ആർച്ച് ബിഷപ്പ് മരാൻഡ്രൂസ് താഴത്ത് വെഞ്ചിരിപ്പ് ആശീർവാദ കുരിശ് ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം അതിരൂപത സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ പ്രതിഷ്ഠിച്ചു. വികാരി ഫാദർ സോബിൻ പായിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ സേവി പുത്തിരി, കൈക്കാരന്മാരായ ലോറൻസ് കിടങ്ങൻ, വർഗീസ് ചീരമ്പൻ, ജോസഫ് കിടങ്ങൻ എന്നിവർ നേതൃത്വം നൽകി. പാലേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോടനാട് സ്വദേശി കണിമോലത്ത് വീട്ടിൽ സിദ്ധാർത്ഥ, രായമംഗലം പുല്ലവഴി സ്വദേശി പൂണേനിൽ ജൂഡ്, കോടനാട് സ്വദേശി കണിമേലാത്ത് വീട്ടിൽ ശ്രീഹരി എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെത്തിയ പ്രതികൾ യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 5 ട്രാക്കുകളിലെ ബൂം ബാരിയറുകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. ജാക്കി ലിവർ, വീൽ സ്പാനർ എന്നിവ ഉപയോഗിച്ച് ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത്. പോലീസിനെ കണ്ടതോടെ പ്രതികൾ കാറിൽ കടന്നുകളഞ്ഞു. ടോൾ ജീവനക്കാരന്റെ പരാതിയിലാണ് അറസ്റ്റ്. SIമാരായ N. പ്രദീപ്, റോയ് പൌലോസ്, ASI ആന്റോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയത്. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ലോക ഹീമോഫീലിയ ദിനാചരണം വ്യാഴാഴ്ച കുന്നംകുളത്ത് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുന്നംകുളം കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ദിനാചരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രൊഫസർ ഗോകുൽദാസിന് ഗവർണർ സമ്മാനിക്കും. കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ E. ബാലഗോപാലൻ, മറ്റ് ഭാരവാഹികളായ MG രാജഗോപാലൻ, അഡ്വക്കേറ്റ് രമ, രഘുനന്ദനൻ, KS അനൂപ്, PN ഉണ്ണിരാജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവകയിലെ മാതൃസംഗമത്തിന്റെ നേതൃത്വത്തിൽ രോഗി സംഗമം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപതാ ഹൃദയ പാലിയേറ്റീവിന്റെ സഹകരണത്തോടെ നടന്ന സംഗമം ഹൃദയ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. ദിവ്യബലിക്ക് ഫാദർ ജോസഫ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോർജ് വേഴേപ്പറമ്പിൽ, ഫാദർ ജെയ്സൺ ചെവല്ലൂർ, ബ്രദർ ജോഫിൻ താക്കോൽക്കാരൻ, പാലിയേറ്റീവ് പ്രസിഡന്റ് ബെന്നി തോട്ടുങ്ങൽ, മാതൃസംഘം പ്രസിഡന്റ് സ്മിത കണ്ണമ്പുഴ എന്നിവർ നേതൃത്വം നൽകി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,237 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. അതിരപ്പള്ളിയിൽ നാളെ ഹർത്താൽ. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം, 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. പിറകുവശത്തുള്ള വാതിലിന്റെ മുകളിലെ ജനൽ കമ്പി വളച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗത കുരുക്ക്. അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.